ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എനർജി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് പ്രോട്ടീൻ പൗഡർ. ഈ ഒരു പൊടി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ഭക്ഷണം കഴിക്കാതെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും അതേപോലെ രാവിലെ തിരക്കിട്ട് ജോലിക്ക് പോകുന്നവർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു പൊടി കുറച്ച് കഴിച്ചാൽ മതി, നല്ല എനർജി കിട്ടും. ഉച്ചവരെ നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ പൊടി തയ്യാറാക്കാൻ ഒരു ചീനച്ചട്ടി, ചൂടായ ചീനച്ചട്ടിയിലേക്ക്, നല്ല കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു കപ്പിൽ 1/4 കപ്പ് റാഗി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലെ വെള്ളം ആറി കിട്ടുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച്, വെള്ളം ആറിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാതെ വറുത്തെടുക്കണം. ഓരോന്നായി പൊട്ടുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് മാറ്റി, ഇനി ഇതിലേക്ക് അതേപോലെ തന്നെ 1/4 കപ്പ് ചെറുപയർ കഴുകി ഒന്ന് വറുത്തെടുക്കണം. ചെറുപയർ പരിപ്പുണ്ടെങ്കിൽ പരിപ്പെടുക്കുക. ചെറുപയർ ഇട്ട് കൊടുത്ത് ഇതും അതുപോലെ വെള്ളമാകുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. കരിയാതെ വറുത്തെടുക്കണം. കരിഞ്ഞാൽ ടേസ്റ്റ് മാറും പൊടിയുടെ. ഇത് ഓരോന്നായി പൊട്ടുമ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറുപയർ ഓരോന്നായി പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു 50 ഗ്രാം നിലക്കടല ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. നിലക്കടല അതേപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം വറുത്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 50 ഗ്രാം പംകിൻ സീഡ് ഇട്ട് അതേപോലെ വറുത്തെടുക്കണം. കരിയാതെ വറുത്തെടുക്കണം. ഓരോന്ന് പൊട്ടുന്ന സമയത്ത് പാത്രത്തിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുത്തെടുത്താൽ മതി, എന്നാൽ കരിയാതെ കിട്ടും. ഇത് പാത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി ഇതിലേക്ക് 50 ഗ്രാം സൺഫ്ലവർ സീഡ് ഇട്ട് അതുപോലെ തന്നെ വറുത്തെടുക്കാം. കരിയാതെ തന്നെ വറുത്തെടുക്കണം, എന്നാലേ പൊടി നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതും പാത്രത്തിലേക്ക് മാറ്റാം. 50 ഗ്രാം ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബദാമും വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് 50 ഗ്രാം കാഷ്യൂ നട്ട് ചേർത്ത് കൊടുത്ത് അതും വറുത്തെടുക്കുക. ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൂടുതൽ ഇഷ്ടമുള്ള സാധനങ്ങൾ കൂടുതൽ ചേർക്കാം. ഇനി 50 ഗ്രാം വാൾനട്ട് അതും ഇതുപോലെ വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കണം. ഇനി കുറച്ച് ഫ്ലാക്സ് സീഡും ഇട്ട് കൊടുത്ത് അതും ഒന്ന് വറുത്തെടുക്കണം. ചിയാ സീഡ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും അതുപോലെ പൊട്ടുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഹോസ്റ്റലിലെല്ലാം താമസിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെ പൊടി തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഉപകാരമായിരിക്കും. ഇത് നല്ല പോലെ തണുത്ത ശേഷം പൊടിച്ചെടുക്കണം. നല്ല പോലെ തണുത്ത ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ പൊടിച്ച് തണുത്ത ശേഷം ഭരണിയിലാക്കി വെക്കാം. ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും പാൽപ്പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കെല്ലാം കൊടുത്തയക്കുക. അവർക്ക് അവിടുന്ന് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇത് ഇട്ട് കലക്കി കുടിച്ചാൽ മതി, നല്ല എനർജി കിട്ടും. ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊടിയാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇനി ഇത് കുറച്ച് ബാക്കിയുള്ളത് കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് പാലിലേക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്ത്, കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നല്ല പോലെ ഇളക്കി
യോജിപ്പിച്ച ശേഷം കുടിക്കുക. നല്ല ചൂടുള്ള പാലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് അലിയും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് കുറച്ച് സമയം കിട്ടുന്ന സമയത്ത് ഇത് പൊടിച്ച് വെച്ചാൽ നമുക്ക് തിരക്കിട്ട സമയങ്ങളിലൊക്കെ ഇതുപോലെ പൊടി തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ നല്ലതാണിത്. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് കൊടുത്താൽ. താങ്ക് യു ഫോർ വാച്ചിങ്.